സുദിഷയാണുള്ളത്. സുദിഷ, GJB സ്കൂള് അത് പല്ലച്ചാത്തന്നൂരിലാണ്, അവിടെയാണുള്ളത്. സുദിഷ, എന്താണ് അവിടുത്തെ അവസ്ഥ? അതെ ശാലിനി, രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബൂത്തുകളിൽ ഒന്നാണ് GJBSലെ ബൂത്ത്. ഇവിടെ 4 ബൂത്തുകളുണ്ട്. പക്ഷേ ഇപ്പോൾ 154 ബൂത്തിൽ അനാവശ്യമായി ഓപ്പൺ വോട്ടുകൾ ചെയ്യിക്കുന്നു എന്ന ആരോപണം ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ മാത്തൂരിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഒപ്പം 54ലെ ബൂത്ത് ഏജന്റുമായിട്ടുള്ള പ്രതിനിധി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ ആരോപണം? എന്താണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നടക്കാനുള്ള കാരണം? അനാവശ്യമായിട്ട് കണ്ണ് കാണുന്നവരെ പോലും കണ്ണ് കാണില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഇവർ വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. CPMന്റെ പ്രതിനിധികളാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ചിഹ്നമില്ലാത്തത് കൊണ്ട്, ഈ വയസ്സായവർക്ക് അവരുടെ ചിഹ്നം ഏതാണെന്നുള്ള കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടും ഇവർ ചെയ്യുന്നത് അവരെ കണ്ണ് കാണാനുള്ള പ്രിസൈഡിംഗ് ഓഫീസർ ചോദിച്ചാൽ പോലും അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറയിപ്പിച്ചുകൊണ്ട് ഇവർ കൊണ്ടുപോയി സ്വയം ഇവിടെയുള്ള CPMന്റെ പ്രതിനിധികൾ വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 154 ബൂത്തിലും നടന്നിട്ടുണ്ട്. 153 ബൂത്തിലും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 10 മണി മുതൽ ഞാൻ 154 ബൂത്തിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സായിട്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ലാസ്റ്റ് അവർക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യമായി. അവസാനം ഞാൻ പറഞ്ഞത് ആരിനും വോട്ട് ചെയ്യിപ്പിക്കണ്ട, അതായത് വയസ്സായവരെ കൊണ്ടുപോയി പോളിംഗ് ചെയ്യുന്ന അവിടെ നിർത്തിയിട്ട് അവർ ഇഷ്ടമുള്ളവിടെ അവിടെ പ്രസ് ചെയ്തോട്ടെ, അത് പ്രശ്നമില്ലല്ലോ, അവർ ഇഷ്ടമുള്ളവിടെ അവർ പ്രസ് ചെയ്തോട്ടെ എന്ന് മാത്രം അങ്ങനെ തീരുമാനം എടുത്താൽ പ്രിസൈഡിംഗ് ഓഫീസർ കൈപിടിച്ച് എവിടെ വെച്ചാൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ചാൽ മതി, അവർ വോട്ട് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇപ്പൊ പരിഹരിക്കപ്പെടും. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വ്യാപകമായ ഞാൻ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനമാണ്, മുൻ മെമ്പറാണ്. അപ്പോൾ ഇതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് വർക്കും അതുപോലെ നമ്മുടെ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഓപ്പൺ വോട്ട് ചെയ്യുന്നത്. അത് ആ രീതി ശരിയല്ല. പ്രിസൈഡിംഗ് ഓഫീസറിന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട് ഇവർക്ക് കണ്ണ് കാണില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം ആരെങ്കിലും ഒരു കുടുംബാംഗങ്ങൾ വെച്ച് വോട്ട് ചെയ്യാം. മറിച്ച് അല്ലാതെ എല്ലാ ആളുകളെയും ഈ വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതി ശരിയല്ല എന്നുള്ള രീതി നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് പല സ്ഥലങ്ങളിലും എതിർക്കപ്പെടുകയാണ്. BJP കോൺഗ്രസ് പ്രവർത്തകർ അതിനെ എതിർക്കുകയാണ്. പക്ഷേ ശാലിനി, ഈ ഡോക്ടറുടെ കുഴലും അതായിരുന്നു പ്രചാരണം ഇടതുപക്ഷത്തിൻ്റെയും ഡോക്ടർ P. സരിൻ്റെയും. അതങ്ങോട്ട് വേണ്ട വിധം ആളുകൾക്ക് കണ്ണിൽ പിടിച്ചിട്ടില്ലെന്നാണ് ഇവരൊക്കെ ആരോപിക്കുന്നത്.